നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രായമായ അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അവർക്കൊരു വിമാനയാത്ര തരപ്പെടുത്തി കൊടുക്കണമെന്ന് ഏറെ നാളായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുകയാണോ? അതേ എന്നാണ് ഉത്തരമെങ്കിൽ ഇപ്പോഴുള്ളതുപോലൊരു മികച്ച സമയം ഇനി ഉണ്ടാവില്ല. നിങ്ങളുടെ വിമാന ടിക്കറ്റിന്റെ ചാർജിൽ രണ്ടുപേരെ കൂടി കൂട്ടാം. ഒപ്പം സഞ്ചാരികൾക്ക് ഏറെ സന്തോഷമാകുന്ന ഒരു ഓഫറാണ് ഈ അടുത്ത എയർ ഇന്ത്യ പ്രഖ്യാപിച്ചത്. മുതിർന്ന പൗരന്മാർക്ക് അടിസ്ഥാന നിരക്കിന്റെ പകുതി വിലയ്ക്ക് വിമാന ടിക്കറ്റ് നൽകുന്ന സ്കീമാണ് ഇത്. ലോകമൊന്നാകെ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ഈ സമയത്ത് വളരെ മികച്ച ഒരു അവസരമാണ് 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ഇതുവഴി കഴിവന്നിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഇളവ് ലഭ്യമാകണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. യോഗ്യത: അപേക്ഷിക്കുന്ന ആൾ മുതിർന്ന ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് മാത്രമല്ല സ്ഥിരമായി ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ കൂടിയായിരിക്കണം. യാത്ര ആരംഭിക്കുന്ന തീയതിയിൽ 60 വയസ്സ് തികഞ്ഞിരിക്കുകയും വേണം. ഒപ്പം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കരുതുകയും വേണം. ജനനത്തീയതിയുള്ള ഏതെങ്കിലും സാധുവായ ഫോട്ടോ ID, ഉദാഹരണത്തിന് വോട്ടേഴ്സ് ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, എയർ ഇന്ത്യ നൽകുന്ന സീനിയർ സിറ്റിസൺസ് ID കാർഡ്, അങ്ങനെ എന്തെങ്കിലും. എത്ര ഇളവ് കിട്ടുമെന്ന് നോക്കാം. ഇന്ത്യക്കകത്തുള്ള യാത്രകൾക്ക് മാത്രമാണ് ഈ ഇളവ്. ഡൊമസ്റ്റിക് വിമാനങ്ങളിൽ ഇക്കോണമി ക്യാബിനിലെ തിരഞ്ഞെടുത്ത ബുക്കിംഗ് ക്ലാസുകളിൽ അടിസ്ഥാന നിരക്കിന്റെ 50% ഇളവ് ലഭിക്കും. ടിക്കറ്റ് വാലിഡിറ്റി നോക്കാം. ബുക്ക് ചെയ്ത ശേഷം 1 വർഷം വരെ യാത്രാ തീയതിയും വിമാനവും മാറ്റുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം. എന്നാൽ ഇതിനുള്ള ഫീസ് ബാധകമാണ്. ടിക്കറ്റ് വാങ്ങേണ്ടത് എപ്പോൾ എന്ന് നോക്കാം. യാത്ര ആരംഭിക്കുന്നതിന് 3 ദിവസം മുന്നെയാണ് ഇളവുകളുള്ള ടിക്കറ്റുകൾ ലഭിക്കുക. കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് കൂടെ ഉള്ളതെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കില്ല. 2 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞ് കൂടെയുണ്ടെങ്കിൽ 1250 പ്ലസ് ടാക്സ്. കൂടെ യാത്ര ചെയ്യുന്ന 2 വയസ്സിന് താഴെയുള്ള രണ്ടാമത്തെ കുഞ്ഞിന് ഇളവില്ല. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തോ ബോർഡിംഗ് ഗേറ്റിലോ പ്രസക്തമായ ID രേഖകൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഇളവ് ലഭിക്കില്ല. നികുതികൾ ഒഴികെയുള്ള തുകയ്ക്ക് റീഫണ്ട് ലഭിക്കുന്നതല്ല. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തും ബോർഡിംഗ് ഗേറ്റിലും ഐഡന്റിറ്റി പ്രൂഫ് നൽകിയില്ലെങ്കിൽ ബോർഡിംഗ് ചെയ്യാൻ പറ്റില്ല. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളിലും അലയൻസ് എയർ കോഡ് ഷെയർ ഫ്ലൈറ്റുകളിലും ഈ ഇളവുകൾ ബാധകമാണ്. എന്നാൽ റീജിയണൽ കണക്ടിവിറ്റി അലയൻസ് എയർ കോഡ് ഷെയർ ഫ്ലൈറ്റുകളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് കോഡ് ഷെയർ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലും ഇളവുകൾ ബാധകമല്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.